ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിൻ്റെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഇനി 3 മാസത്തെ സമയമാണ് നമുക്ക് എക്സാമിനുള്ളത്. പക്ഷേ എന്താ പറയുക, വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വെച്ചിട്ടാണ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. നമ്മുടെ എൻട്രിയുടെ കോഴ്സ് ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വെച്ചിട്ടുള്ള ആ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ചായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ചെറിയ പെർസെൻറ്റേജ് ചേഞ്ച് ആയി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഇതുവരെ നടന്ന PSC എക്സാമുകളിലൊക്കെ ഒരു 10%, 20% ഒക്കെ വേരിയേഷൻസുകൾ സിലബസിൽ വരാറുണ്ടായിരുന്നെങ്കിലും ഓൾമോസ്റ്റ് ഒരു 100% അല്ലെങ്കിൽ ഒരു 80% സിലബസും എന്തായി ചേഞ്ചായി. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജിനീയറിംഗ് ബ്രാഞ്ചസ്, ബേസിക് മെക്കാനിക്കൽ ബേസിക്, സിവിൽ ബേസിക്, ഇലക്ട്രിക്കൽ ബേസിക്, ഇലക്ട്രോണിക്സ് ബേസിക്, കമ്പ്യൂട്ടർ സയൻസ് ഇതെല്ലാം പിടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എൻജിനീയറിംഗ് ബ്രാഞ്ചസുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നിരാശ ഉണ്ടാക്കുന്ന തന്നെയാണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എൻജിനീയറിങ്ങിന് പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ബ്രാഞ്ചും നിങ്ങൾക്കിവിടെ പഠിക്കാനില്ല. പകരം എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിലബസിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ സിലബസിൽ വന്ന മാറ്റം നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ആളുകളൊക്കെ കുറച്ചൊന്ന് സങ്കടപ്പെട്ടിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കിയതിൻ്റെ അതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അതിൽ ലീനിയർ അൾജിബ്ര വരുന്നുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. അതേപോലെ കാൽക്കുലസ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ഒരു ടോപ്പിക്ക് 40 മാർക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് വന്നിരിക്കുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 40 മാർക്കുണ്ട്. അതായത് എല്ലാ എൻജിനീയറിംഗ് ബ്രാഞ്ചസുകാരും ഒരുപോലെ പഠിച്ചിട്ടുള്ളതാണ് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ്, ശരിയല്ലേ? സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രാഞ്ചസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം അവർ മാത്സ് കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതേപോലെ അടുത്ത മൊഡ്യൂൾ 3 ആയിട്ട് വന്നിട്ടുള്ളത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ BTechന് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ദെൻ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതേപോലെ ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിൽ. ഈ 5 മൊഡ്യൂളുകളിൽ നിന്നായിട്ട് 40 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് വരുന്നത്. സോ ഇതൊരു എന്താ പറയുക, എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 40 മാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, മാത്തമാറ്റിക്സിന് ഒന്ന് എഫേർട്ട് എടുത്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 40 മാർക്ക് ഈസിലി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ എൻജിനീയറിംഗ് ഫിസിക്സിൽ 15 മാർക്കുണ്ട്. അതിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് ഉണ്ട്, 5 മാർക്കാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഓരോന്നിലുള്ള വെയിറ്റേജ് കാണട്ടോ. ഈ ലീനിയർ അൾജിബ്രയിൽ 8 ആണ്, കാൽക്കുലസിൽ 12 ഉണ്ട്, അതേപോലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 4 ആണ്, പ്രോബബിലിറ്റി സ്റ്റാറ്റിയിൽ 12 ഉണ്ട്, ന്യൂമറിക്കൽ മെത്തേഡ്സിൽ 4 ആണുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈഡ് ഒപ്റ്റിക്സിൽ 5 മാർക്കാണുള്ളത്. ആൻഡ് ദെൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ അതിലും 5 മാർക്കുണ്ട്. അതേപോലെ അക്വസ്റ്റിക്സിൽ അതിലും എന്താണ് 5 മാർക്കാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 15 മാർക്കാണ് എന്ത് ചെയ്യുന്നത് എൻജിനീയറിംഗ് ഫിസിക്സിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. എൻജിനീയറിംഗ് ഫിസിക്സ് 15 മാർക്ക്. ഇത് ഓൾറെഡി എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ തന്നെയാണ്. എൻജിനീയറിംഗ് ഫിസിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ. ദെൻ എൻജിനീയറിംഗ് കെമിസ്ട്രി ആണ്. എൻജിനീയറിംഗ് കെമിസ്ട്രിയിലും 15 മാർക്കുണ്ട്. സോ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, അതേപോലെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസിന് 5 മാർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ടോട്ടലി 15 മാർക്കാണ് വരുന്നത്. ആൻഡ് ഫൈനലി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്, അതായത് MBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നിന്ന് 30 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെയിറ്റേജ് വന്നിട്ടുണ്ട് കേട്ടോ. ആ 30 മാർക്ക് എന്ന് പറയുന്നത് അതിൽ മാനേജ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻ്റ് ഉണ്ട്, ആൻഡ് ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ഉണ്ട്, അതേപോലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അങ്ങനെ 30 മാർക്സ് എന്ത് ചെയ്തിട്ടുണ്ട് മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് നിന്ന് വന്നിട്ടുണ്ട്. സോ ഈ എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്തായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിട്ട് ഒന്നുകൂടി മാറി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു പക്ഷേ തീർച്ചയായിട്ടും നേരത്തെ സംഭവിച്ച പോലെ തന്നെ മാനേജ്മെൻറ്റ് കഴിഞ്ഞ MBA കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കട്ടിയായിട്ടുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് MBA കഴിഞ്ഞ ആളുകൾ
പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ടാസ്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ടാസ്ക് കിടക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇത്രയും ദിവസങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ എക്സാമിന് വേണ്ടി പഠിച്ചത് ബേസിക് സിവിൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം വരാതെ നമ്മൾ പുതുതായിട്ട് വീണ്ടും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പൊടി തട്ടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച്. പിന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയും ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ഫേവറബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ എക്സാമിനേഷനിൽ വലിയൊരു എഡ്ജ് ആർക്കും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വീണ്ടും പഠിച്ചു തുടങ്ങണം. അതിനൊരുപാട് സമയമൊന്നുമില്ല, 3 മാസത്തെ സമയമാണുള്ളത്. സോ അതിനുള്ളിൽ ഈ ടോപ്പിക്കുകൾ കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത് എൻട്രിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളോടാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള സിലബസ് അല്ല, അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിന് നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് പറഞ്ഞ സിലബസ് അല്ല ഈ എക്സാമിന് വന്നിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എൻട്രി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് സിലബസ് നിങ്ങൾക്ക് ഈ എക്സാമിന് 1 മാസം മുന്നേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് പുതിയ സിലബസിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ വന്നിരിക്കുന്ന മുഴുവൻ കണ്ടൻറ്റും ഈ എക്സാമിൻ്റെ 1 മാസം മുന്നെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ട് ആരും പാനിക് ആവേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് വലിയ കോമ്പറ്റീഷൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ എന്താ പറയുക ചലഞ്ചസുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതൊരു ബിഗ് ചലഞ്ച് തന്നെയാണ്. ഇത് ശരിക്കൊരു ചലഞ്ചായിട്ട് തന്നെ കാണേണ്ടതിട്ടുണ്ട്. കാരണം സിലബസിൽ വന്നിരിക്കുന്ന ആ വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കണം. കാരണം നിങ്ങൾ മറ്റു ബ്രാഞ്ചസ് പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഠിക്കുക അല്ലേ. കാരണം സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് അവർ ഓൾറെഡി പഠിച്ച എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കവർ ചെയ്യാം. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് കഴിഞ്ഞ ആളുകൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾക്ക് ഈസിലി കവർ ചെയ്യാം. അങ്ങനെ തന്നെ നല്ലൊരു സ്കോറിലേക്ക് എത്താം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും നിങ്ങൾ പഠിച്ച് തുടങ്ങുക. കാരണം നോർമലി കുറച്ചൊരു മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ തന്നെയായിരിക്കും MBA ഒക്കെ വരുന്നുണ്ടാവുക. നിങ്ങൾ അത്യാവശ്യം ഒരുപാട് MBA ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുക. ഈ ഒരു ചലഞ്ച് ഒരിക്കലും എന്തായിട്ട് കാണരുത്, ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാനുള്ള ആ ഒരു ത്രില്ല് നിങ്ങൾ ഇതിൽ കാണിക്കുക. ഡെഫിനറ്റ്ലി എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ ഈ എക്സാംസിൻ്റെ മുഴുവൻ കണ്ടൻറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് ഷൂട്ടിങ് ആരംഭിച്ച് ഇന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡെഫിനറ്റ്ലി നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. 3 മാസമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. എൻട്രി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.